സ്വകാര്യ ഭൂമിയിലും കണ്ണുവെച്ച വഖഫ് ബോർഡ് തീരദേശ ജനത വില കൊടുത്ത് വാങ്ങിയ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. ചേറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് അവകാശവാദം. ഈ നീക്കത്തെ ചെറുക്കാൻ പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ ജനത. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ഒരു പ്രവണത പല ഭാഗങ്ങളിലായി കണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ വിഷയം ചർച്ച ചെയ്തു. ഇപ്പോൾ ഇതാ കൊച്ചിയിൽ തന്നെ ഇത്തരം ഒരു സംഭവം നടക്കുകയാണ്. കൊച്ചിയിൽ മാത്രമല്ല, രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ കയ്യിലിരിക്കുന്ന അമിത അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പല ഭൂമിയുടെയും അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് മുന്നോട്ട് വരികയാണ്. ഈ ഒരു പ്രവണത കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരാനായിട്ടിരിക്കുന്നത്. അതിനെപ്പോലും തടയിടാനായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരം അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും കൊച്ചിയിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലോട്ട് കടക്കുകയാണ്. എന്താണ് തീരദേശ ജനതയുടെ നിലപാട്? ദേവിക പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചിയെ മാത്രം വിഷയമെടുക്കുമ്പോൾ അവിടെ വലിയൊരു വിഭാഗം ജനതയുടെ ഭൂമി മുഴുവൻ ഈ വഖഫ് എന്ന പേരിൽ സ്വന്തമാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് അവിടെ വഖഫ് ബോർഡ് നടത്തുന്നത്. അതിലേറ്റവും വിരോധാഭാസം എന്നതും അല്ലെങ്കിൽ ഈ ഒരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വരെ കൂടുതൽ വിഷമത്തിലാഴ്ത്തുന്നത് അതിനെ സംസ്ഥാന സർക്കാരിൻ്റെ കൂട്ടുനിൽക്കുന്നു എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ആ ബില്ലിനെ പോലും എതിർക്കുകയെല്ലാം ചെയ്യുന്ന അതേ ആളുകൾ ആണ് ഈ വഖഫ് ബോർഡ് ഈ ഭൂമി സ്വന്തമാക്കാൻ അവിടെ ഏതാണ്ട് 400-ലധികം ഏക്കർ ഭൂമിയുണ്ട് എന്നൊരു അവകാശവാദമാണ് വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 115 ഏക്കർ ഭൂമി മാത്രമാണ് അതിൽ ഉള്ളത്. ആ ഭൂമി തന്നെ വില കൊടുത്ത് വാങ്ങിയാണ്. അതായത് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് പോലും കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തീരദേശ ജനത, മുനമ്പം ചെറായി മേഖലയിലെ തീരദേശവാസികൾ അത്തരമൊരു ജീവിത സാഹചര്യത്തെ നേരിടേണ്ടി വരുന്നു എന്നതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം 405 ഏക്കറോളം ഭൂമിയുണ്ട് എന്ന് തുടക്കത്തെ കണക്കുകൾ വെച്ച് 1902 അത് അഹമ്മദ് സേട്ട് എന്ന ആൾക്ക് അഹമ്മദ് സത്താർ സേട്ട് എന്നയാൾക്ക് ലഭിച്ചതാണ്. അത് മഹാരാജാവിൽ നിന്ന് ലഭിച്ച ഭൂമിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻതലമുറ 1950 കാലഘട്ടങ്ങളിൽ പിന്നീട് കോളേജിന് കൈമാറുന്നു, ഫറൂഖ് കോളേജിന് കൈമാറുന്നു. 1950-52 കാലഘട്ടങ്ങളിൽ അത് 90കളിലാണ് 89-90 കാലഘട്ടത്തിലാണ് ഈ ഭൂമി പണം കൊടുത്തുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് അവിടെ താമസിക്കുന്നതിന് വേണ്ടി വാങ്ങുന്നത്. അതിനുശേഷം അതിന് ആധാരമുണ്ട്, വിലയാധാരം ലഭിക്കുന്നുണ്ട്, കൃത്യമായി തന്നെ കരമടക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൃത്യമായി കരമടിച്ച് നിയമാനുസൃതം ആ ഭൂമിയിൽ താമസിച്ച് വരുമ്പോഴാണ് ഏതാനും വർഷം മുമ്പ് ഇത്തരമൊരു അവകാശവാദവുമായി വഖഫ് ബോർഡ് മുന്നോട്ട് വരുന്നത്. അതിൽ വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളടക്കം താമസിക്കുന്നത് തങ്ങൾക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ വഖഫ് ആയിട്ടുള്ള ഭൂമിയിലാണ്. അത് തിരികെ പിടിക്കണം. അത് 405 ഏക്കറോളം വരും, 400 ഏക്കറിലധികം വരുന്ന ഭൂമിയാണ്. അത് മുഴുവൻ തിരികെ പിടിക്കണം, അത് വഖഫിന്റെ സ്വത്താണ് എന്നാണ്. എന്നാൽ നമ്മളോട് ഈ സ്റ്റോറിയിലടക്കം സംസാരിക്കുന്ന ഈ വാർത്തയിലടക്കം നമ്മൾ സംസാരിച്ച സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നിയമാനുസൃതം 90 കാലഘട്ടം മുതൽ തങ്ങൾ ഇവിടെ താമസിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ മുൻ തലമുറകൾ അവിടെ താമസിച്ചിട്ടുണ്ട്, പൂർവികരവിടെ താമസിച്ച് വരികയാണ്. അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഭൂമി സ്വന്തമാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യം തീരദേശ പരിപാലന നിയമം അടക്കം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ തീരദേശ പരിപാലന നിയമത്തിന്റെ ഭാഗമായി മാറി തങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ ഫറൂഖ് കോളേജ് ലഭിക്കുന്ന പണം, ആ പണം ലഭിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്കായി വിൽക്കുകയും അങ്ങനെ 610-ലധികം കുടുംബങ്ങൾ അവിടെ താമസമാക്കുകയും ചെയ്തു. ഈ 610 കുടുംബങ്ങൾ അവിടെ താമസമാക്കി തുടർന്ന് അവരുടെ ജീവിത സമ്പാദ്യങ്ങളെല്ലാം അവിടെയാക്കി മാറ്റുകയും ചെയ്ത ഘട്ടത്തിൽ ഇങ്ങനെയൊരു നിയമം വന്നതോടുകൂടി തന്നെ അല്ലെങ്കിൽ ഈ വഖഫ് സംരക്ഷണ വേദിയുടെ പേരിൽ കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി അതിന്റെ നികുതികൾ അടക്കുന്നതിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തതോടുകൂടി ഈ ഭൂമി പൂർണ്ണമായും തന്നെ മരവിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. ഈ ഭൂമി വെച്ചുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ലോൺ എടുക്കാനോ മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണെങ്കിലും വിവാഹ ആവശ്യങ്ങൾക്കാണെങ്കിലും മറ്റു ആവശ്യങ്ങൾക്കൊന്നും തന്നെ ആ ഭൂമി ബാങ്കിൽ വയ്ക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇതിന് ആ ഭൂമിക്ക് യാതൊരു രേഖയുമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ
മത്സ്യത്തൊഴിലാളികൾ വലിയ വിഭാഗം കുടുംബാംഗങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി ലഭിക്കണം. പണം കൊടുത്തു വാങ്ങിയ ഭൂമി, തങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഭൂമി, അത് തിരികെ ലഭിക്കാനുള്ള ഒരു നടപടികൾ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകണം. മറിച്ച് സർക്കാർ സംവിധാനങ്ങൾ തന്നെ വില്ലേജുകളിലൂടെ അല്ലെങ്കിൽ ഈ കരമടക്കാൻ എത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവിടെ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകാൻ പാടില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യമായി ഇതിന് രാഷ്ട്രീയ നേതൃത്വം പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ പോലും അവിടെ MLA അടക്കമുള്ള MLA അടക്കമുള്ള ആളുകൾ ഇവർക്ക് പിന്തുണ നൽകുമ്പോൾ പോലും പൂർണ്ണമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ ഈ കുടുംബങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുമില്ല. അതുതന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും എന്ന് പറയുന്നത്. നേരത്തെയും ഈ വഖഫ് സംരക്ഷണ വേദി മുമ്പ് വഖഫുമായി ബന്ധപ്പെട്ട ഭൂമി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ ഇവിടെ അവർ നടത്തുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് എതിരായ ചില നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. മുമ്പ് ഈ വഖഫുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ, ഒപ്പം തന്നെ ഭൂമി സ്വന്തമാക്കാനുള്ള, അനധികൃതമായി ഭൂമി സ്വന്തമാക്കാനുള്ള വഖഫിന്റെ ശ്രമങ്ങൾ എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി ജനൻ TV തന്നെ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. ജനൻ TV അതിന്റെ വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി നൽകുന്ന ഈ ഒരു വാർത്തയിൽ അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി പോലും ഇത്തരത്തിൽ സ്വന്തമാക്കുന്ന നിലയിലേക്ക് ഈ വഖഫ് ബോർഡ് മാറുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള 610ഓളം കുടുംബങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി വലിയ ആശങ്കയിലാണ്. കാരണം ഈ ഒരു സംഭവത്തിൽ നിയമയുദ്ധങ്ങൾക്ക് ശേഷം വേണം അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി അവർക്ക് തിരികെ ലഭിക്കാൻ. മാത്രമല്ല അവിടെ വഖഫിന്റെ ചില വാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് വഖഫ് ഭൂമി ആണ് എന്ന് വഖഫ് ബോർഡ് അവകാശപ്പെടുമ്പോൾ ഇത് എഴുതി നൽകിയ ആൾ 1952 ഈ കോളേജിനായി എഴുതി നൽകിയ സേട്ട് കുടുംബത്തിലെ ആൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഭൂമി എന്തെങ്കിലും കാരണവശാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുകയോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ വീണ്ടുമുള്ള അവകാശികൾ തൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കും, അവരിലേക്ക് തിരികെ ഈ ഭൂമി എത്തണമെന്ന്. അവിടെയാണ് ഈ വഖഫിന്റെ നിയമങ്ങൾ പൂർണ്ണമായും ഇതിന് ബാധകമല്ല എന്ന് വ്യക്തമാക്കുന്നത്. വഖഫ് എന്നത് പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ താല്പര്യത്തോടുകൂടി ഒരു വ്യക്തി അത് തിരിച്ചെടുക്കില്ല എന്ന ഉറപ്പിൽ ദാനമായി നൽകുന്ന ഭൂമിയാണ്. മറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തങ്ങൾക്കത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു രേഖാമൂലം അത് രേഖപ്പെടുത്തിയ ശേഷം ഇത്തരം കാര്യങ്ങളിൽ കരാറിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് സ്വാഭാവികമായും വഖഫിന്റെ പരിധിയിൽ വരുന്നില്ല. മാത്രമല്ല വിലയാധാരം നൽകിയ ഭൂമി തിരിച്ചെടുക്കുന്നതിനും നിയമപ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ഭൂമിക്ക് വലിയ വില ലഭിക്കുമെന്നും അവിടെ വ്യവസായ താല്പര്യങ്ങളോടുകൂടിയുള്ള ഒരു നീക്കം തന്നെയാണ് അവിടെ കൃത്യമായി നടത്തുന്നത് എന്ന് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയും. കാരണം മുമ്പ് ഈ ഭൂമി മത്സ്യത്തൊഴിലാളികളുടെ പേരിലേക്ക് അവർക്ക് എഴുതി നൽകുന്ന ഘട്ടത്തിൽ തീരദേശ പരിപാലന നിയമങ്ങൾ ശക്തമായിരുന്നു. പിന്നീട് ടൂറിസത്തിന്റെ ഭാഗമായി വലിയ ഇളവുകൾ ആ മേഖലയിൽ ലഭിച്ചു. പുതിയ ടൂറിസം സെന്ററുകൾ വന്നു, നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും അടക്കം ആ ഭാഗങ്ങളിൽ വന്നു. ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ പുതിയ റിസോർട്ടുകളും മറ്റു വ്യവസായ സംരംഭങ്ങളും എല്ലാം തുടങ്ങാൻ കഴിയുന്ന ഘട്ടത്തിൽ ഈ ഭൂമി തിരികെ എടുത്തുകൊണ്ട് തങ്ങൾക്ക് ലാഭകരമായ പ്രവർത്തനത്തിലേക്ക് വീണ്ടും കടക്കുക, ഒപ്പം തന്നെ അവിടെയുള്ള തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും ഉപജീവന മാർഗത്തിന് വേണ്ടി തൊട്ടടുത്ത് പോകാൻ കഴിയുന്നത് കൊണ്ട് മാത്രം ആ ഒരു ഘട്ടത്തിൽ വലിയ വില നൽകി വാങ്ങിയ 89-90 കാലഘട്ടത്തിൽ മറ്റു തൊട്ടപ്പുറത്തെ ഭാഗങ്ങളിൽ കൂടുതൽ വില ലഭിക്കുമായിരുന്നിട്ട് കൂടി തൊട്ടടുത്ത് തങ്ങൾക്ക് ഉപജീവന മാർഗത്തിനായി പോകാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഈ പ്രദേശത്ത് അവർ ചോദിച്ച വില നൽകിക്കൊണ്ട് സ്വന്തമാക്കിയ ഭൂമിയിലാണ് ഇത്തരമൊരു സ്ഥിതിയെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ഈ സാധാരണക്കാരായ ആളുകൾ നേരിടുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി, പ്രതിസന്ധിയും എല്ലാമായി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ നിയമ ഭേദഗതി ബില്ല്, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് തന്നെയാണ് വലിയ ഒരു പ്രതീക്ഷയായി ഇപ്പോഴും മുന്നിലുള്ളത്. അത് തങ്ങൾക്ക് ആശ്വാസമേകുന്നതാണ് എന്ന് അവർ കരുതുന്ന ഘട്ടത്തിൽ പോലും ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിൽക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ആ ഭൂമി തങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? വഴിയാധാരമായാൽ ഇനി എങ്ങോട്ട് പോകും എന്ന് പോലും അറിയാതെ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ അതിൻ്റെ അല്ലാതായി മാറുന്ന ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ അവകാശികളല്ലാതായി മാറുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അവിടുത്തെ ജനത മാറുകയും ചെയ്യുമ്പോൾ വഖഫ് ബോർഡ് കൃത്യമായ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ ഭൂമി പിടിച്ചെടുക്കാൻ നടത്തി എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതുതന്നെയാണ് ഈ രേഖകളും 1975 ഹൈക്കോടതി ഉത്തരവും, അത് വഖഫ് ഭൂമിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള 1975 ഹൈക്കോടതി ഉത്തരവും അടക്കം
അത്തരം കാര്യങ്ങൾ വ്യക്തമാകുമ്പോഴാണ് വഖഫ് ബോർഡ് ആസൂത്രിതമായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അത് വൻ വ്യവസായികളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭൂമിയിലല്ല അവകാശം ഉന്നയിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമിയിൽ അവർ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന, അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവർ തലചായ്ക്കുന്ന ഇടങ്ങളിലേക്ക് പോലും ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന ഒരു ഏറ്റവും വിരോധാഭാസകരമായ അല്ലെങ്കിൽ ശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടി വഖഫ് ബോർഡ് ഇവിടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ വഖഫ് ബോർഡിനെതിരെ വലിയ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. വഖഫ് സ്വത്ത് അത്തരത്തിൽ കൈമാറാത്ത സ്വത്തുക്കൾ പോലും വഖഫിൻ്റെതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നിരവധി കുടുംബങ്ങൾ പരാതിപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ജനങ്ങൾ ടിവിയിലൂടെ തന്നെ ഈ ആളുകൾ പുറത്തുവിടുകയും അവർ സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് വഖഫ് ഈ സ്വകാര്യ ഭൂമി കൂടി പിടിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് ചെനം, മുനമ്പം, ചെറായി മേഖലയിൽ വരുന്ന 110 ഏക്കർ ഭൂമിയിലെ ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കൂടി നീങ്ങുന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ദേവിക. യെസ്, അത് തന്നെയാണ് ജിജീഷ്. കാരണം ഇത്തരം നെറുകേടുകളോടുകൂടി അല്ലെ എങ്കിൽ അതിനോട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവരെ വർഗീയവാദി എന്ന് മുദ്രകുത്തി അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന ചില ഇടതു സംഘടനകളെല്ലാം ഉണ്ട്. അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കണ്ണുമുന്നിൽ തന്നെയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പലരും ഇത് തുറന്ന് പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കൂടി കടക്കുന്ന, അല്ലെങ്കിൽ കിടപ്പാടം പോകും എന്നൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് അവർ പ്രതികരിക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക്. ഡിവിഷൻ ബെഞ്ച് ഈ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് കണ്ടെത്തി അവർക്ക് പൂർണ്ണ അവകാശം കൊടുത്തു. തുടർന്ന് ഞങ്ങൾ അവർ പറയുന്ന പൈസ കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ച് അവരവിടെ ആ പൈസ ഉപയോഗിച്ച് TTC കോളേജ് ഉണ്ടാക്കി വിദ്യാഭ്യാസം നടത്തി പോരുകയും ചെയ്യണം. പിന്നെ ഞങ്ങൾ 35 വർഷം കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വഖഫ് ബോർഡ് വന്നിട്ട് പെട്ടെന്ന് പറയാണ്, ഒരു നോട്ടീസ് തന്ന്, ഞങ്ങൾക്ക് ആർക്കും നോട്ടീസ് ഒന്നും തന്നിട്ടില്ല, വില്ലേജിൽ നിന്ന് നോട്ടീസ് തന്നിട്ട് പറഞ്ഞു ഇത് ഇനി കരമടക്കാൻ പറ്റൂല, ഈ ഭൂമി അവരുടെയാണെന്ന് പറഞ്ഞു. ജിജീഷ, പ്രദേശവാസിയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. കാരണം തങ്ങൾ അത്രയും നാൾ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു കൂട്ടർ വന്ന് തങ്ങളോട് ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ അത് അവരുടെ ഭൂമിയാണെന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അത് ചേർന്ന ഒരു നടപടിയല്ല. ഇത്തരം അമിത അധികാരങ്ങൾ കയ്യിൽ ഇരിക്കുക എന്ന് പറയുന്നതും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭേദഗതികൾ വരുന്നത്. അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ വരെ കവർന്നെടുക്കുന്ന ഒരവസ്ഥയിലോട്ട് വഖഫ് ബോർഡ് തരം താഴുന്നു എന്നൊരു സിറ്റുവേഷൻ അല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ഈ വഖഫ് വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച ഈ വാർത്തയിൽ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ആ ഒരു സംഭാഷണത്തിൽ പോലും, ആ ഒരു പ്രതികരണത്തിൽ പോലും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, തങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ആ വില ഉപയോഗിച്ച് ഒരു TTC കോളേജ് ആരംഭിക്കുകയും TT കോളേജ് ആരംഭിക്കുകയും എല്ലാം ചെയ്ത ആ ഒരു സ്ഥാപനം, അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് പണമായിരുന്നു പ്രധാനമായും ആവശ്യം. ആ വിദ്യാഭ്യാസ മേഖലയിലെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ആ പണം ആവശ്യമായിരുന്നു. അങ്ങനെ തങ്ങൾ നൽകിയ പണം, ഈ ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി നൽകിയ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തിയതിന് ശേഷം പിന്നീട് ഇപ്പോൾ ആ ഭൂമിക്ക് വേണ്ടി വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ന്യായീകരിക്കത്തക്കതാകും എന്ന ഒരു കാര്യം തന്നെയാണ് ആ കുടുംബങ്ങൾ പ്രധാനമായും പറഞ്ഞത്. അവരുടെ ഒരു പ്രതികരണങ്ങൾ എന്ന് പറയുന്നതും അവരുടെ ഒരു വിഷമം എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു. കാരണം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല തങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് വീട് വെച്ച് കെട്ടിപ്പൊക്കിയ വീടുകളിൽ നിന്ന് പിന്നെ പല ഘട്ടങ്ങളിലായി ലോൺ എടുത്തിട്ടുള്ള ആ വീട് വെച്ച് കുടുംബം പോറ്റിയിട്ടുള്ള ആ വീട് ലോൺ എടുത്തുകൊണ്ട് മകളുടെ കല്യാണം നടത്തിയിട്ടുള്ള മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് തങ്ങൾ പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ ആ വീടിൽ അവകാശികളല്ലാതായി ആരുമല്ലാതായി ഒരു ഘട്ടത്തിൽ തങ്ങൾ മാറുമെന്ന ഒരു ഘട്ടത്തിൽ പോലും അവർ ചിന്തിക്കാത്ത ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ, അത് ഈ ഇടതുപക്ഷമാണെങ്കിലും ഒപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു ബില്ലിനെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഇത്തരം ആളുകൾക്ക് ഒത്താശ ചെയ്യുക, അവർക്ക്
കുടപിടിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളിൽ അവർ സ്വന്തമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വഖഫ് എന്ന് പറഞ്ഞ് കൈവശം വെച്ചിട്ടുള്ള സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ തന്നെ ലഭിച്ചതാണ് എന്നാണ് വ്യക്തമാകുന്നത്. പൂർണ്ണ മനസ്സോടെ നൽകിയ വഖഫ് സ്വത്തുക്കളല്ല, പലതും പിന്തുടർച്ചാവകാശികൾക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി പോലും ഇത്തരത്തിൽ വഖഫിന്റെ കൈവശത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെയാണെങ്കിൽ മറുവശത്ത് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി പൂർണ്ണമായും തന്നെ തിരികെ നഷ്ടപ്പെടുന്നു. അവിടെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത് ഏതാണ്ട് 405 ഏക്കറോളം വരുന്നതാണ് ആ ഭൂമി എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ, രേഖകൾ പരിശോധിക്കുമ്പോൾ, ഏറ്റവും ഒടുവിലെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് 114 ഏക്കറോളം മാത്രമാണ് അവിടെ ഭൂമിയുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കടലെടുത്തു പോയ ഭൂമിയുടെ അടക്കം കണക്കുകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ആ ഭൂമിയുടെ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു അവകാശവാദം പോലും വഖഫ് ഉന്നയിക്കുന്നത്. 404 ഏക്കർ എന്ന് സാധാരണ നിലയിൽ ആ പ്രദേശമാകെ തങ്ങളുടെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ ചെറായി മുനമ്പം മേഖല ആകെ തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ആസൂത്രിത നീക്കം, അതുതന്നെയാണ് ഇവിടെ കൃത്യമായി തന്നെ അവർ നടത്തുന്നത്. ഈ 404 ഏക്കറും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും, അതിന് നിയമ പോരാട്ടങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ വഖഫ് സംരക്ഷണ വേദിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് തങ്ങൾ വഖഫിന് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ്. അവിടെയും ഈ സാധാരണ ആളുകളെ ആ ഒരു വിഭാഗം കാണുന്നില്ല, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള അവിടെ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ ആ ഒരു വിഭാഗം ഈ നിയമ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ കാണുന്നില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തങ്ങൾക്ക് യാതൊരു അവകാശവുമില്ലാതായ ഭൂമി കരമടക്കാൻ കഴിയുന്നില്ല. കരമടക്കാൻ കഴിയാതാകുന്നതോടുകൂടി തന്നെ ആ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് സ്വാഭാവികമായും നീളുന്നത്. വലിയ നിയമയുദ്ധങ്ങൾ നടത്തി ഇനി എപ്പോഴാണ് അന്തിമമായ ഒരു വിധി ഉണ്ടാവുക? മറ്റൊരു പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്, നമുക്കത് മുന്നിലേക്ക് അതടക്കം വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഈ നിയമയുദ്ധം എത്ര കാൽ നീളും? അല്ലെങ്കിൽ അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി മറ്റൊരാൾ കൂടി അവകാശം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സങ്കീർണത, നിയമ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോൾ, ആ നൂലാമാലകളിലൂടെ കടന്നു പോകുമ്പോൾ അന്തിമമായ ഒരു ഉത്തരവ് ഏത് ഘട്ടത്തിൽ ഉണ്ടാകും, എന്നാണ് നീതി ലഭിക്കുക എന്ന് തന്നെയാണ് അവർ കൃത്യമായി തന്നെ ചോദിക്കുന്നത്. അതിന് ഉത്തരം നൽകാൻ അധികാരികളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. ഈ കരമടക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല തൽക്കാലം എന്ന് പറയുന്ന വില്ലേജ് അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതി കൂടി ഉണ്ട്. ദേവിക, അത് തന്നെയാണ്. അരുണാലത്തൂരും ജിജീഷ് കരുണാകരനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.